ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പഴയ നിയമകാലത്ത് ഇയ്യോബിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാകുമല്ലോ. ബൈബിള് വായിച്ച ഏതൊരു വ്യക്തിക്കും ഇയ്യോബിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. അതെന്താണ് നമ്മളെ വരച്ചു കാട്ടുന്നതെന്ന് വെച്ചാൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ദൈവത്തിലുള്ള ഉറപ്പ് ഇയ്യോബിനുണ്ടായിരുന്നു. ഇയ്യോബ് പഴയ നിയമകാല ഭക്തനായിരുന്നെങ്കിലും തൻ്റെ കുടുംബത്തെ നോക്കി നടത്തുവാൻ, കുടുംബത്തിൻ്റെ വേലി സൂക്ഷിപ്പാൻ, താൻ കുടുംബനാഥനായതുകൊണ്ട് തൻ്റെ കുടുംബത്തെ വേണ്ടും വിധം നടത്തുവാൻ എല്ലാം ഒരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിത്വമായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു, സാമ്പത്തികമായി വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആളായിരുന്നു. അതിനേക്കാൾ ഉപരിയായി ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ആഴ്ചവട്ടത്തിൻ്റെ അവസാന നാൾ തൻ്റെ മക്കൾ പാപം ചെയ്തു പോയേക്കുമോ എന്ന് കരുതി അവർക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി ഇയ്യോബ് ഹോമയാഗം കഴിക്കുമായിരുന്നു എന്ന്. അതായത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ വീക്കെൻഡ് എൻജോയ്മെൻറ്റ്സ്, ആഴ്ചവട്ടത്തിൻ്റെ അവസാനം അന്നും ഉണ്ടായിരുന്നു വീക്കെൻഡ് എൻജോയ്മെൻറ്റ്സ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വീക്കെൻഡ് എൻജോയ്മെൻറ്റ്സിന് പോയി കഴിയുമ്പോൾ തൻ്റെ മക്കൾ പാപം ചെയ്തു പോയേക്കുമോ, അവർ പാപികളാണെന്നല്ല, അവർ നല്ല വ്യക്തിത്വങ്ങൾ തന്നെയായിരുന്നു എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. എന്നാലും തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയാലോ എന്ന് കരുതി അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇയ്യോബ് ഹോമയാഗം കഴിച്ച് ദൈവത്തോട് നീതി പുലർത്തുമായിരുന്നു. അവർക്ക് പാപപരിഹാര ബലി അല്ലെങ്കിൽ സ്തോത്രയാഗമല്ല, അവർക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുമായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ തൻ്റെ കുടുംബത്തെ വളരെ കരുതലോടെ കാത്തു പരിപാലിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോയപ്പം ദൈവസന്നിധിയിൽ അവനൊരു ജെൻറ്റിൽമാനായിരുന്നു. എന്നാൽ പിശാച് പറഞ്ഞു, നീ അവന് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലിയൊന്ന് പൊളിച്ചാൽ നിൻ്റെ ജെൻറ്റിൽമാൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ വേലി പൊളിക്കാൻ അനുവദിച്ചു. അപ്പം വേണേൽ നമുക്ക് പറയാം, ദൈവം അനുവദിച്ചിട്ടല്ലേ അങ്ങനെ സംഭവിച്ചെന്നത്. അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം വരച്ച് കാട്ടുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നത്. വേലി പൊളിച്ചു, കഷ്ടം വന്നു, പ്രയാസം വന്നു, അവസാനം ഭാര്യ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് പോയി, മക്കൾ പോയി, എല്ലാം പോയി കഴിയുമ്പോൾ പറഞ്ഞു, നിങ്ങൾ മനുഷ്യനെ നിങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറ, അതോടുകൂടി പ്രശ്നം തീരുമല്ലോ. അവർക്ക് വിവേകം ഉദിച്ചു. അവർ പറഞ്ഞു ഇത് മതിയാക്ക്. അപ്പോഴും ഇയ്യോബ് ചാരത്തിൻ്റെ അകത്തിരുന്ന് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം മാത്രമല്ലല്ലോ, സർവശക്തൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മാത്രമല്ല, ഇന്നത്തെ പ്രോസ്പെരിറ്റി തിയോളജി വെച്ച് പറഞ്ഞാൽ അനുഗ്രഹം 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 ഇല്ലെന്നൊന്നും പറയുന്നില്ല. അനുഗ്രഹമുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. യഹോവയെ അന്വേഷിക്കുന്നത് യാതൊന്നിനും മുട്ടില്ല. ഇതൊക്കെ ദൈവവചനമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തിൻ്റെ കുറവാണ്? ഒരു കുറവും വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് ദൈവസന്നിധി. അപ്പം നമ്മൾ ദൈവത്തോട് എത്രത്തോളം പറ്റിച്ചേർന്നിരിക്കണം. നമുക്ക് കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പം എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. പണ്ട് നൈസാമിൻ്റെയൊക്കെ കാലത്ത് വലിയ രാജാക്കന്മാർ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ മലനിരകളൊക്കെ ചവിട്ടി കയറാനായിട്ട് ഉടുമ്പിനെ വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ വാല ചരട് കെട്ടി ഉടുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ദ ഗ്രിപ്പ് യു ക്യാൻ ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ ആയിരിക്കണം ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ച് കളയണം, വിട്ട് കളയരുത്. ഇവിടെ ഇയ്യോബ് അവസാനം വരെ തള്ളി പറഞ്ഞില്ല. ദൈവവും അവനുമായിട്ടൊരു സംസാരം 39 അധ്യായമൊക്കെ പറയുമ്പം
യഹോവ ഇയ്യോബിനോട്, കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയുമോ? ഭൂമിക്ക് കടലിന് അതിരിട്ടതാര്? ഇതൊക്കെ ചോദ്യങ്ങളും ദൈവവും മനുഷ്യനും കൂട്ടുകാർ പറയുന്നു, തള്ളിപ്പറ. എല്ലാം കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലും അതുകൊണ്ടൊന്നും നടന്നില്ല. അവസാനം ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്നാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വരച്ച് കാട്ടിത്തരുന്നത്. നമ്മുടെ മുമ്പിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വം കടന്നു വന്നു, അല്ലെ അവരുടെ സങ്കടം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് കണ്ട് സന്തോഷിക്കുകയല്ല. അയ്യോ പണ്ട് അവൻ എന്നെ കുറ്റം പറഞ്ഞല്ല, എന്നാൽ പിന്നെ അവനൊരു പണി ഇരിക്കട്ടെ എന്നല്ല. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെ റിലേഷൻസ് എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യണം, അതാണ്. ദൈവം ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഉറപ്പുള്ളവനായിരിക്കുക. നമുക്ക് ഉറപ്പും ധൈര്യവുമാണ് വേണ്ടത്. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം നമ്മളെ നടത്തുവാൻ ശക്തമാണ്. ഏറിയാൽ 60-70 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. ഇതുവരെയും ഇപ്പം എനിക്ക് 58 വയസ്സായി. 58 വയസ്സ് വരെ എന്നെ നടത്തിയ ദൈവത്തെ എനിക്ക് സംശയിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഇയ്യോബിൻ്റെ പോലത്തെ ഒരവസ്ഥ വന്നാൽ നമ്മുടെ സ്ഥിതി എന്താവും നമുക്കറിയില്ല. അതല്ല, നമ്മൾ ഉറപ്പുള്ളവരായി. കർത്താവ് പറയുന്നത് എന്താ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ കംഫർട്ടറായി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. നീ വലത്തോട്ട് തിരിയുമ്പോൾ വലത്തോട്ടെന്നോ ഇടത്തോട്ട് തിരിയുമ്പോൾ ഇടത്തോട്ട് പോകണോ, എങ്ങോട്ട് പോകണമെന്നോ ഡയറക്റ്റ് ചെയ്യാൻ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ന കംഫർട്ടറെ തന്നിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ ഒരു ദോഷവും. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്ന യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുകയാണ്. നിന്റെ തലയിലെ ഒരു മുടിനാരിഴ പോലും പൊഴിയുന്നത് സർവശക്തൻ അറിയുന്നു. അപ്പോൾ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഇയ്യോബിനെ പോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുക. നിൻ്റെ കുടുംബത്തിൻ്റെ വേലി പൊളിയുവാൻ അനുവദിക്കാതെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി കത്ത് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, യേശുവിൻ്റെ രക്തത്താൽ ആ വേലിയെ ദിനംപ്രതി മുദ്രയിടുവാൻ, തൻ്റെ തലമുറകളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ എല്ലാം നമുക്കിടയാകണം. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കുടുംബനാഥനാണെങ്കിൽ, അല്ല കുടുംബനാഥയാണെങ്കിൽ, കുടുംബത്തിലെ ഒരു അംഗമാണെങ്കിൽ പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ കൂട്ടുകാരനെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എങ്കിലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പലരും പറയുന്നത് ബൈബിൾ ഒരു നാടോടി കഥയാണെന്നും ദൈവം ഇല്ലെന്നും ഒക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. പക്ഷേ ഈ രുചിച്ചറിഞ്ഞ ദൈവം കഷ്ടതയുടെ, പ്രയാസത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ മുഖത്ത് തള്ളിക്കളയാതെ കൂടി നിന്ന ദൈവം ഇല്ലെന്ന് പറയാൻ എനിക്കാവില്ല. നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ ജനനം മുതൽ നിങ്ങൾ മരിക്കുന്നിടം വരെ നിങ്ങളെ ചുമക്കാമെന്ന് ഏറ്റിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.